നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിൽ അർജന്റീന കിരീടം ചൂടിയ ഘട്ടത്തിൽ നിങ്ങൾ മിസ് ചെയ്ത വേൾഡ് ചാമ്പ്യൻ ആരാണ്? അലയാൻഡ്രോ പപ്പു ഗോമസ്. അദ്ദേഹം ഡോപ്പിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ട് ഇപ്പോൾ ബാനിലാണല്ലോ. തിയാഗോ അൽമൈഡ ഒളിമ്പിക്സിനുള്ള ടീമിനോടൊപ്പമാണ്. പിന്നെ പൗലോ ഡിബാല. ഈ 3 പേരിൽ നിങ്ങൾ ഏറ്റവും അധികം മിസ് ചെയ്തത് ഒരു പക്ഷേ പൗലോ ഡിബാലയെ തന്നെയായിരിക്കും. പോയ സീസണിൽ അദ്ദേഹം ഇറ്റാലിയൻ ഫുട്ബോളിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും സ്കലോനി കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സ്കലോനി അതിനെക്കുറിച്ച് പറഞ്ഞത്, എനിക്ക് വലിയ വേദനയുണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതിൽ, പക്ഷേ ടീം കോമ്പിനേഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഡിബാലയെ പുറത്ത് നിർത്തിയത് എന്നായിരുന്നു സ്കലോനി പറഞ്ഞത്. ഇപ്പോൾ ഡിബാല അർജന്റീന കിരീടം ചൂടിയ ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ സന്തോഷം പങ്കിടുന്നു. അർജന്റീൻ ടീം കിരീടമുയർത്തി നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പൗലോ ഡിബാല കുറിക്കുന്നു, ഇറ്റ്സ് വണ്ടർഫുൾ ടു സീ ദിസ് ഗ്രൂപ്പ് ലിഫ്റ്റ് എ ട്രോഫി അഗെയിൻ. ഒരിക്കൽ കൂടി ഈ ഒരു ടീം കിരീടമുയർത്തുന്നത് കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ പൗലോ ഡിബാലയുടെ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞത്. എന്തായാലും പൗലോ ഡിബാലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഈ ഒരു സ്ക്വാഡിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ളതിൽ സ്കലോനിയുടെ ഒരു എക്സ്പ്ലനേഷൻ വന്നത്, ചില താരങ്ങൾ, പ്രോബ്ലമുള്ള ചില താരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ, ടീം കോമ്പിനേഷൻ വെച്ചുകൊണ്ടൊരു തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തെ പുറത്ത് നിർത്തേണ്ടി വരുന്നു എന്നാണ്. അതായത് പരിക്കിൻ്റെ ഇഷ്യൂസുമായിട്ട് ചില താരങ്ങൾ അർജന്റീൻ ടീമിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ 26 അംഗ സ്ക്വാഡിന് പകരം 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചതും പിന്നെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ശേഷം ടീം ഫൈനലൈസ് ചെയ്തതുമൊക്കെ. അപ്പോൾ ആ ഘട്ടത്തിൽ ചില പൊസിഷനുകളിലേക്ക് കൂടുതൽ താരങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നപ്പോൾ പൗലോ ഡിബാലയെ ഒഴിവാക്കേണ്ടി വന്നതാണ്. ഏതായാലും ഡിബാല ഇല്ലായിരുന്നു എന്നുള്ളത് ആരാധകർക്കും വലിയ നിരാശ ഉണ്ടാക്കിയതാണ്. എന്തായാലും ഡിബാലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 100% ഫിറ്റായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും ഇത്തവണ സ്ക്വാഡിൽ ഉൾപ്പെടാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇത് ഡിബാലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പമുള്ള യാത്രയുടെ അവസാനമൊന്നുമല്ല. അദ്ദേഹത്തിന് മുന്നിൽ വാതിൽ കുട്ടി അടക്കുകയൊന്നുമല്ല. വരുന്ന കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള സ്ക്വാഡിൽ ഡിബാലയെ വീണ്ടും സ്കലോനി ഉൾപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.